ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ പിസ്സ സോസും ഒരു ഈസി പിസ്സ സോസും എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഫ്രഷ് ടൊമാറ്റോസ് വെച്ച് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അതിനായി ഫ്രഷ് ബസിൽ ലീവ്സ്, മിൻസ്ഡ് ഗാർലിക്, ഡ്രൈഡ് ഒറിഗാനോ, ക്രഷ്ഡ് ചില്ലി, ടൊമാറ്റോ പ്യൂരിയും ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും. കുറുകെ ചെറുതായി മാർക്ക് ചെയ്ത ടൊമാറ്റോയിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തൊലി പൊളിച്ചെടുത്ത ശേഷം അത് നമുക്ക് ഒന്നുകിൽ നന്നായി ചോപ്പ് ചെയ്തെടുക്കുകയോ ബ്ലെൻഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിൽ ചുവന്നുള്ളി അരിഞ്ഞതും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായി വഴലുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളുടെ ക്രഷ്ഡ് ചില്ലി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഒറിഗാനോ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴലുമ്പോൾ അതിലേക്ക് ബ്ലെൻഡ് ചെയ്തു വെച്ച ഫ്രഷ് ടൊമാറ്റോസ് ഒഴിച്ചു കൊടുക്കാം. അല്പം നിറം ലഭിക്കാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ പ്യൂരിയും ആഡ് ചെയ്ത് 15 മിനിറ്റോളം ചെറിയ തീയിൽ നമുക്ക് നമ്മളുടെ സോസ് കുക്ക് ചെയ്തെടുക്കാം. സോസ് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വെജിറ്റബിൾ സ്റ്റോക്കും ഫ്രഷ് ബസീലും ചേർത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് വെക്കാം. നമ്മുടെ സ്പെഷ്യൽ പിസ്സ സോസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടുത്തത് നമുക്ക് ക്യാൻഡ് ടൊമാറ്റോസ് വെച്ച് എളുപ്പത്തിലൊരു പിസ്സ സോസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി മിൻസ്ഡ് ഗാർലിക്, ക്രഷ്ഡ് ചില്ലി, ഡ്രൈഡ് ഒറിഗാനോ, ഫ്രഷ് ബസിൽ, ക്യാൻ ടൊമാറ്റോസ് ഇത് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ച് പ്രസ് ചെയ്ത് നന്നായി ഉടച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ മിൻസ്ഡ് ഗാർലിക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. ഇതിലും നിങ്ങൾക്ക് സ്റ്റോക്ക് ക്യൂബ്സോ സ്റ്റോക്കോ എല്ലാം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു സ്ട്രോങ് ടേസ്റ്റ് കിട്ടുന്നതാണ്. 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ഫ്രഷ് ബസീലും ആഡ് ചെയ്ത് നമുക്ക് എടുക്കാം. സോസ് തയ്യാറായി കഴിഞ്ഞു. പിസ്സ ഉണ്ടാക്കുവാൻ തയ്യാറെടുക്കാം. ഇതിന് താഴെയുള്ള വീഡിയോയിൽ എളുപ്പത്തിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കാമെന്നും പല രീതിയിൽ ഓവൻ ഇല്ലാതെ പിസ്സ ഉണ്ടാക്കാമെന്നും ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ മറക്കരുതേ.